ഓഗസ്റ്റ് 17 വിശുദ്ധ ഹയാസിന്ത് 1185 പോളണ്ടിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. ശുദ്ധമായ ആത്മാവിന് കളങ്കം വരുത്താതെ പ്രൊഫസർമാരുടെയും സഹവിദ്യാർത്ഥികളുടെയും മുന്നിൽ ഒരു മാതൃകാ ജീവിതം നയിച്ചു. ബലോഗ്നയിലെ തൻ്റെ പഠനം പൂർത്തിയാക്കിയ ശേഷം ക്രാക്കോവിലെ ബിഷപ്പായ തൻ്റെ അമ്മാവൻ ഇവോ ഒഡ്രോവിനൊപ്പം റോമിലേക്ക് പോകുന്നതിനു മുമ്പ് ഹയാസിന്ത് കാനാൻ നിയമത്തിൻ്റെയും ദിവ്യത്വത്തിൻ്റെയും ഡോക്ടർ എന്ന പദവി നേടി. റോമിലേക്കുള്ള തൻ്റെ യാത്രയിൽ വിശുദ്ധ ഡൊമിനിക്കിനെ കണ്ടുമുട്ടി. അവനും അദ്ദേഹത്തിൻ്റെ കസിൻ ചെസ്ലാവും 1220 പുതുതായി സ്ഥാപിതമായ ഓർഡർ ഓഫ് ഫ്രിയേഴ്സ് പ്രിച്ചേഴ്സ് എന്ന ശീലം സ്വീകരിച്ചു. വിശുദ്ധ ഡൊമിനിക് അദ്ദേഹത്തെ പ്രസംഗിക്കാനും പോളണ്ടിൽ ഡൊമിനിക്കൻ ക്രമം സ്ഥാപിക്കാനും അയച്ചു. അവർക്ക് അനുകൂലമായ സ്വീകരണം ലഭിക്കുകയും അവരുടെ പ്രസംഗങ്ങൾ ജനങ്ങളിൽ ആഴത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കുകയും ചെയ്തു. പ്രഷ്യ, പൊമറേനിയ, ലിത്വാനിയ എന്നിവിടങ്ങളിലൂടെ തുടർന്ന് ബാൾട്ടിക് കടൽ കടന്ന് അദ്ദേഹം ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, റഷ്യ എന്നിവിടങ്ങളിൽ പ്രസംഗിച്ചു. കരിങ്കടലിൻ്റെ തീരത്തെത്തി. ഈ അപ്പസ്തോലിക യാത്രകളിലൂടെയാണ് ഹയാസിന്ത് വടക്കിൻ്റെ അപ്പസ്തോലൻ എന്ന പദവി നേടിയത്. വിശുദ്ധ ഹയാസിന്ത് നിരവധി അത്ഭുതങ്ങൾ ചെയ്തതായി അറിയപ്പെടുന്നു. കീവ് നഗരം ടാറ്റർ ഉപരോധിച്ച സമയത്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം സംഭവിച്ചത്. വിശുദ്ധ കുർബാനയെ കൂടാരത്തിൽ നിന്ന് നീക്കം ചെയ്യാനും ക്രൂരമായ ആക്രമണത്തിൽ നിന്ന് അധിക്ഷേപത്തിൽ നിന്നും രക്ഷിക്കാനും ഹയാസിന്ത് ചാപ്പലിലേക്ക് പോയി. കുർബാനയിൽ യേശുവിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് അവൻ അൾത്താരയിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കന്യകയുടെ പ്രതിമയിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾ തൻ്റെ പുത്രനെ എടുത്തതെന്ന് ചോദിച്ചു. പക്ഷേ അവൻ അവളെ ഉപേക്ഷിച്ചു. പ്രതിമ വളരെ ഭാരമുള്ളതിനാൽ ഹയാസിന്ത് ആശങ്കാകുലനായിരുന്നു. പക്ഷേ ഹയാസിന്തിന് അത് വഹിക്കാൻ കഴിയുമെന്നും അത് വളരെ ഭാരം കുറഞ്ഞതാക്കാമെന്നും മേരി വാഗ്ദാനം ചെയ്തു. ഭാരമുള്ള അലപ്സർ കൊണ്ടാണ് പ്രതിമ നിർമ്മിച്ചതെങ്കിലും ഹയാസിന്തിന് അതിനെ കൈകളിൽ എടുത്ത് വിശുദ്ധ കുർബാനയ്ക്കൊപ്പം കൊണ്ടുപോകുവാൻ കഴിഞ്ഞു. വിശുദ്ധ ഹയാസിന്ത് ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കപ്പെടുന്നത് ഈ അത്ഭുത നിമിഷത്തിലാണ്. ഹയാസിന്തും അവനെ അനുഗമിച്ച സമൂഹവും ഡൈനിപ്പർ നദിയിൽ എത്തിയതായി കഥ തുടരുന്നു. അവിടെ നദിക്ക് കുറുകെ തന്നെ അനുഗമിക്കാൻ അവൻ അവരെ പ്രേരിപ്പിച്ചു. ഹയാസിന്ത് വഴി നയിച്ചു. അവരെല്ലാം ആഴത്തിലുള്ള നദിയുടെ വെള്ളത്തിലൂടെ നടന്നു. അത് ടാറ്ററുകളുടെ ക്രോധത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ചു. ഈ അത്ഭുതവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അതിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. നദി കടന്നതിന് ശേഷവും വിശുദ്ധ ഹയാസിന്തിൻ്റെ കാൽപ്പാടുകൾ ജലത്തിൽ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. അരുവി ശാന്തമായിരുന്നപ്പോൾ പിന്നീട് നൂറ്റാണ്ടുകളോളം അവ കാണാൻ കഴിഞ്ഞു. ജീവിതത്തിൻ്റെ അവസാന മാസങ്ങൾ ചെലവഴിച്ചത് ക്രാക്കോവിൽ താൻ സ്ഥാപിച്ച ആശ്രമത്തിലാണ്. അവിടെ 1257 ഓഗസ്റ്റ് 15 അൾത്താരയുടെ ചുവട്ടിൽ അഭിഷേകം ചെയ്യപ്പെട്ട അദ്ദേഹം അതേ ദിവസം മരിച്ചു.